Basic electricity. Electricity is a kind of energy. It is the most useful sources of energy which is not visible, but its presence can be felt by its effects. Electricity is obtained by conversion of other forms of energy like heat energy, chemical energy, nuclear energy, mechanical energy, and energy stored in water, etc. To understand electricity, one must understand the structure of an atom. Basically, an atom contains electrons, protons, and neutrons. The protons and neutrons are located in the center of an atom, and the electrons, a negative electric charge particle revolving around the nucleus in an atom. The proton has a positive charge, neutrons are neutral and have no charge. Electricity അത് ഒരു തരത്തിലുള്ള എനർജി ആകുന്നു, ഊർജം ആകുന്നു. അതൊരു മോസ്റ്റ് യൂസ്ഫുൾ സോഴ്സസ് ഓഫ് എനർജിയാണ്. നമുക്ക് അതിൻ്റെ പ്രസൻസ് കാണാൻ കഴിയില്ല, വിസിബിൾ അല്ല. പക്ഷേ നമുക്ക് സെർട്ടൺ എഫക്റ്റ്, നമുക്കതിൻ്റെ എഫക്റ്റ് കൊണ്ട് അതിനെ ഫീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇലക്ട്രിസിറ്റി ഈസ് ഒബ്റ്റൈൻഡ് ബൈ കൺവേർഷൻ ഓഫ് അതർ ഫോംസ് ഓഫ് എനർജി ലൈക്ക് ഹീറ്റ് എനർജി, കെമിക്കൽ എനർജി, ന്യൂക്ലിയർ എനർജി, മെക്കാനിക്കൽ എനർജി ആൻഡ് എനർജി സ്റ്റോർഡ് ഇൻ വാട്ടർ എക്സെട്ര. നമുക്ക് ഇലക്ട്രിസിറ്റിയെ എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് എനർജിയിൽ നിന്നും, കെമിക്കൽ എനർജിയിൽ നിന്നും, ന്യൂക്ലിയർ എനർജിയിൽ നിന്നും, മെക്കാനിക്കൽ എനർജിയിൽ നിന്നും നമുക്ക് അത് കൺവേർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയും. Electricity is obtained by conversion of other forms of energy like heat energy. നമുക്ക് മറ്റു എനർജി രൂപങ്ങളിൽ നിന്നും ഇതുപോലെ ഹീറ്റ് എനർജിയോ അല്ലെങ്കിൽ കെമിക്കൽ എനർജിയോ ന്യൂക്ലിയർ എനർജിയോ മെക്കാനിക്കൽ എനർജിയോ വാട്ടറിൽ സ്റ്റോർ ചെയ്തുള്ള എനർജിയോ ഈ എനർജിയിൽ നിന്നൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാക്കാം. To understand electricity, one must understand the structure of an atom. നമുക്ക് ഇലക്ട്രിസിറ്റിയെ പഠിക്കുന്നതിന് നമുക്ക് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കണം. Basically, an atom contains electrons, protons and neutrons. അടിസ്ഥാനപരമായിട്ട് ഒരു ആറ്റം ഇലക്ട്രോണും പ്രോട്ടോണും അതുപോലെ ന്യൂട്രോണും അടങ്ങിയിട്ടുള്ളതാണ്. The protons and neutrons are located in the center of an atom, and the electrons, a negative electric charge particle revolving around the nucleus in an atom. ബേസിക്കലി ആറ്റം, നമുക്ക് 3 തരത്തിലുള്ള ഘടകങ്ങൾ ആറ്റത്തിനുണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും. പ്രോട്ടോണും അതുപോലെ പ്രോട്ടോൺസും ആൻഡ് ന്യൂട്രോൺസ് രണ്ടും എവിടെയാണ് ലൊക്കേറ്റഡ്? ആർ ലൊക്കേറ്റഡ് ഇൻ ദി സെൻറ്റർ ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോൺസോ ആൻഡ് ദി ഇലക്ട്രോൺസ് എ നെഗറ്റീവ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ഇലക്ട്രിക് ചാർജാണ്. അത് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിന്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് എറൗണ്ടായിട്ട്, ചുറ്റുമായിട്ട് റിവോൾവ് ചെയ്യുന്നു. The proton has a positive charge. പ്രോട്ടോൺ ഒരു പോസിറ്റീവ് ചാർജാണുള്ളത്. ന്യൂട്രോൺ ന്യൂട്രലാണ്, നോ ചാർജ്, അതിന് ചാർജ് ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ്, ഊർജ്ജമാണ്. നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഊർജ്ജത്തിൻ്റെ സ്രോതസ്സാണ്, അല്ലെങ്കിൽ ആ ഊർജ്ജമാണ് നമുക്ക് ഇലക്ട്രിസിറ്റി. അത് നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ പ്രസൻസ് സാന്നിധ്യം നമുക്ക് ഫെൽറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. സെർട്ടൻ എഫക്ട്സിലൂടെ അത് ഫെൽറ്റ് ചെയ്യാനും നമുക്ക് അനുഭവിക്കാനേ പറ്റൂ. നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ ഇലക്ട്രിസിറ്റി നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എനർജി ഫോമിൽ നിന്നും, മറ്റുള്ള രൂപത്തിൽ നിന്ന്, എനർജിയുടെ മറ്റുള്ള ഊർജ്ജത്തിൻ്റെ മറ്റു രൂപങ്ങളിൽ നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. ഇലക്ട്രിക് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇനി ഇലക്ട്രിസിറ്റി നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഘടന എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ ആറ്റത്തിന് 3 ഘടകങ്ങളാണുള്ളത്: പ്രോട്ടോൺസ്, ന്യൂട്രോൺ, ഇലക്ട്രോൺസ്. അപ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണുള്ളത്.
പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺ ചാർജ് ഇല്ല. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ബേസിക്കലി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി ഇലക്ട്രിസിറ്റിയുടെ സോഴ്സസ് എന്തൊക്കെയാണ്? സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് ഫസ്റ്റ് ബാറ്ററിയിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഫസ്റ്റ് നമ്മൾ പഠിക്കാം. ബാറ്ററി എന്താണ്? ബാറ്ററി സ്റ്റോർസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദി ഫോം ഓഫ് കെമിക്കൽ എനർജി ആൻഡ് ഗീവ്സ് പവർ വെൻ റിക്വയർഡ്. ബാറ്ററി ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എക്സെട്ര. ബാറ്ററി ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്നു, കെമിക്കൽ എനർജിയുടെ രൂപത്തിൽ ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ അത് നമുക്ക് ആവശ്യാനുസരണം പവർ പ്രൊവൈഡ് ചെയ്യുന്നു. ബാറ്ററി ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്സെട്ര. ഓട്ടോമൊബൈലും ഇലക്ട്രോണിക്സിലൊക്കെയാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത്. അടുത്ത ജനറേറ്റർ. നമുക്ക് രണ്ടാമത്തെ സോഴ്സ്, ഫസ്റ്റ് ബാറ്ററിയാണ് ഇതൊരു സോഴ്സ് ഉള്ളത് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ജനറേറ്ററാണ്, മറ്റൊരു സോഴ്സാണ്. എങ്ങനെയാണ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ മെഷീൻ വിച്ച് കൺവേർട്സ് ദ മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതൊരു എന്താകുന്നു? ഒരു മെഷീൻ ആകുന്നു. മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു മെഷീൻ, ഒരു എഞ്ചിനാണ് അല്ലെങ്കിൽ ഒരു മെഷീനാണ്, യന്ത്രമാണ് ജനറേറ്റർ. When a conductor rotates between a magnetic field using a prime mover and EMF will be induced. By using this method, all types of AC and DC generator generates power. ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് AC DC ജനറേറ്ററുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ജനറേറ്റർ അത് അങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്നു. ഇനി എന്തെല്ലാം തരത്തിലുള്ള ഏതെല്ലാം രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം, ഏതെല്ലാം എനർജി ജനറേറ്ററുകൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹൈഡ്രോ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, വിൻഡ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സോളാർ പവർ സ്റ്റേഷനും. ഇപ്പോൾ സോളാർ പവർ സ്റ്റേഷൻ ഇങ്ങനെ 4 രീതിയിലാണ് ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോളാർ എനർജി ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സൺ ലൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം തന്നെ എന്താണ്? ജനറേറ്റർ വർക്ക് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി തെർമോകപ്പിൾ. എന്താണ് ഒരു തെർമോകപ്പിൾ? ഇനി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു സോഴ്സാണ് തെർമോകപ്പിൾ. ഇഫ് 2 dissimilar pieces of metals are twisted together and its joint end is heated in a flame, then a potential difference or voltage will be induced across the ends of the wires. Such a device is known as a thermocouple. Thermocouple is used to measure very high temperature of furnaces. If 2 dissimilar pieces, സിമിലർ അല്ലാത്ത, ഒരേപോലെ അല്ലാത്ത 2 പീസസ് ഓഫ് മെറ്റൽസിൻ്റെ 2 പീസസ്, ഒരുപോലെ അല്ലാത്ത 2 പീസസ് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ട്വിസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ മറ്റേ അറ്റം എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു, ഫ്ലെയിമിൽ വെച്ച് ഹീറ്റ് ചെയ്യുന്നു. ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് വിൽ ബി ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദി വയർ. വയറിൻ്റെ എൻഡുകൾക്കിടയിൽ എന്താകുന്നു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നു. സച്ച് എ ഡിവൈസ് ഇസ് നോൺ ആസ് എ തെർമോകപ്പിൾ. അങ്ങനെയുള്ളൊരു ഡിവൈസിനാണ് തെർമോകപ്പിൾ എന്ന് പറയുന്നത്. തെർമോകപ്പിൾ ഈസ് യൂസ്ഡ് ടു മെഷർ വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് ഫർണസസ്. വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് ഫർണസസ്. തെർമോകപ്പിൾ ഉപയോഗിക്കപ്പെടുന്നത് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഫർണസുകളാണ്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? When an electric current flows through a medium, its presence can be felt by its effects, which are given below. When an electric current flows through a medium, its presence can be felt by its effects, which are given below. ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്റ്റുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു മീഡിയത്തിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ, വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ മീഡിയം, ഒരു മീഡിയത്തിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് ബൈ ഇറ്റ്സ് എഫക്റ്റ്. അതിൻ്റെ എഫക്റ്റുകൾ, പ്രഭാവങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിൻ്റെ പ്രസൻസ്, സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. വിച്ച് ആർ ഗിവൺ ബിലോ. അത് ഏതൊക്കെയാണ് നമുക്ക് പറയാം? താഴെ പറയുന്ന രീതിയിലാണ്. ഒന്ന് ഫിസിക്കൽ എഫക്റ്റ്. ഒന്നാമത്തെ ഫിസിക്കൽ എഫക്റ്റ്. ഈ ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഭൗതികമായ പ്രഭാവം എന്നൊക്കെ പറയാം. ഹ്യൂമൻ ബോഡി ഈസ് എ ഗുഡ് കണ്ടക്ടർ. മനുഷ്യൻ്റെ ശരീരം ഒരു ഗുഡ് കണ്ടക്ടറാണ്. വെൻ ദ ബോഡി ടച്ചസ് ദ ബെയർ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഹ്യൂമൻ ബോഡി ടു എർത്ത്. ദ ബോഡി ഗെറ്റ്സ് സീവിയർ ഷോക്ക് ഓർ കോസ് ഈവൻ ഡെത്ത് ഇൻ മെനി കേസസ്. എന്താണ് ഇവിടെ ഫിസിക്കൽ എഫക്റ്റ്? നമുക്ക്
ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള മെത്തേഡുകളാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് ഫിസിക്കൽ എഫക്റ്റാണ്. എഫക്റ്റുകൾ എന്താണ്? നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ? ഹ്യൂമൻ ബോഡി ഒരു ഉള്ള നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കുന്നു. അപ്പോൾ ഹ്യൂമൻ ബോഡി ഒരു നല്ല കണ്ടക്ടറാണ്. ബോഡി ബെയർ കറണ്ട് കണ്ടക്ടറിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ഇൻസുലേഷൻ ഒന്നും ഇല്ലാത്ത ലൈനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഹ്യൂമൻ ബോഡിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുകയും അത് എർത്തിലേക്ക് അത് പാസ് ചെയ്യുകയും ചെയ്യുന്നു. ബോഡിയുടെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ മനുഷ്യൻ്റെ ശരീരത്തിലൂടെ അത് എർത്തിലേക്ക് ബൈപ്പാസ് ചെയ്യുന്നു. എന്ത്? ഈ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. ബോഡി ഗെറ്റ് സീവിയർ ഷോക്ക് ഓർ കോസ് ഈവൻ ഡെത്ത് ഇൻ മെനി കേസ്. വളരെ സീവിയർ ആയിട്ടുള്ള വളരെ മാരകമായിട്ടുള്ള ഷോക്ക് ഏൽക്കുകയും ചിലപ്പം മരണത്തിന് തന്നെ കാരണമാകുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെയാണ് ഫിസിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് എഫക്റ്റ്. എന്താണ് മാഗ്നറ്റിക് എഫക്റ്റ്? When an electric current passes through a coil, a magnetic field is produced around it. When an electric current passes through a coil, ഒരു കോയിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇലക്ട്രോ മാഗ്നറ്റ്, മോട്ടോർ, ജനറേറ്റർ, ഇലക്ട്രിക്, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇലക്ട്രിക് മാഗ്നറ്റിക് മോട്ടോർ, ജനറേറ്റർ. ഇലക്ട്രോ മാഗ്നറ്റ്, മോട്ടോർ, ജനറേറ്റർ, ഇലക്ട്രിക് ബെല്ല്, ഇതെല്ലാം മാഗ്നറ്റിക് എഫക്റ്റിന് എക്സാമ്പിൾസ് പറയാവുന്ന സാധനങ്ങളാണ്. ഇനി കെമിക്കൽ എഫക്റ്റ്. When an electric current passes through an electrolyte, chemical action takes place. Because of that, an electrical energy is stored in a battery as a chemical energy. When an electric current passes through an electrolyte, ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ആക്ഷൻ ടേക്സ് പ്ലേസ്. അവിടെ എന്തോ രാസപ്രവർത്തനം നടക്കുന്നു. Because of that, an electrical energy is stored in a battery as a chemical. ഈ കാരണം കൊണ്ട് ഇങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ഒരു ബാറ്ററിയിൽ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ കെമിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഈ കാരണം കൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ആ ബാറ്ററിയിൽ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി ഇതിന് ഉദാഹരണങ്ങളുണ്ട്. ഇലക്ട്രോപ്ലേറ്റിംഗ് സെൽസ്, ബാറ്ററി ചാർജിങ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എക്സെട്ര. ഇനി ഹീറ്റിംഗ് എഫക്റ്റ്. അപ്പം നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് പഠിച്ചു, ഫിസിക്കൽ എഫക്റ്റ് പഠിച്ചു, കെമിക്കൽ എഫക്റ്റ് പഠിച്ചു. ഇനി ഹീറ്റിംഗ് എഫക്റ്റ്, ചൂട് ആവുമ്പോൾ ഉണ്ടായ എഫക്റ്റ് എന്താണ്? When an electric current passes through any conductor, heat is produced in the conductor due to its resistance. Example: electric heater, electric iron box, electric lamp, geyser, soldering iron, electric kettles, electric welding, etc. When an electric current passes through any conductor, ഒരു ഇലക്ട്രിക് കറണ്ട് ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ ഒരു വയറിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താ കാരണം? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ ഡ്യൂ ടു ഇറ്റ്സ് റെസിസ്റ്റൻസ്. ആ എല്ലാ വയറുകൾക്കും എല്ലാ മെറ്റൽസിനും എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് ഉള്ള അത്തരം വസ്തുക്കളിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ, റെസിസ്റ്റ് ചെയ്യുമ്പോൾ, അതിൻ്റെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവുന്നു? അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് അയൺ ബോക്സ്, ലാമ്പ്, സോൾഡറിങ് അയൺ, ഇലക്ട്രിക് കെറ്റിൽസ്, വെൽഡിങ് മെഷീൻ എക്സെട്ര. വെൽഡിങ്, ഇതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി അടുത്തത്, ഇപ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് പറഞ്ഞ പോലെ തന്നെ എക്സ്റേ ആൻഡ് ലേസർ റേസ് എഫക്റ്റ്. എക്സ്റേയുടെ ലേസർ റേസിൻ്റെ എഫക്റ്റാണ് അടുത്തത്. When a high frequency voltage is passes through a vacuum tube, a special type of rays come out which is not visible. These rays are called X-rays. Laser rays also can be produced by electric current. When a high frequency voltage is passed through a vacuum tube, a special type of rays come out which is not visible. These rays are called X-rays. ഇപ്പോൾ ഒരു ഉയർന്ന ഫ്രീക്വൻസി ഉള്ള വോൾട്ടേജ് നമ്മളൊരു വാക്യൂം ട്യൂബിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേസ് കംസ് ഔട്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള റേ പുറത്ത് വരുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാനില്ല? വിച്ച് ഇസ് നോട്ട് വിസിബിൾ, അത് കാണാൻ കഴിയില്ല. ദീസ് റേസ് ആർ കോൾഡ് എക്സ്റേസ്. ഇതിനെയാണ് നമ്മൾ എക്സ്റേസ് എന്ന് പറയുന്നത്. ലേസർ റേസ് ആൾസോ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക് കറണ്ട്. ലേസർ റേസ് നമുക്ക് ഇതുപോലെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എക്സ്റേസ് എന്താണ്? ഹൈ ഫ്രീക്വൻസി വോൾട്ടേജ് ഒരു വാക്യൂം ട്യൂബിലൂടെ പാസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റേസ് കംസ് ഔട്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു റേസ് പുറത്ത് വരുന്നു. അതിന് നമ്മൾ എക്സ് റേ എന്നാണ് പറയുന്നത്. ഇത് കാണാൻ സാധ്യമല്ല,
ഈ റേസിനെ നമ്മൾ എക്സ്റേസ് എന്ന് പറഞ്ഞു. വിച്ച് ലേസർ റേസ് ആൾസോ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഇതുപോലെ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് നമുക്ക് ലേസർ റേസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത് ഗ്യാസ് എഫക്റ്റ്. വെൻ electrons pass through a certain type of sealed glass shell containing gas, then emits a light rays. When electrons pass through a certain type of sealed glass shells containing gas, then it emits light rays. When electrons through a certain type of sealed glass, സീൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്ലാസ് ഷെല്ലിലൂടെ ഗ്യാസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഗ്ലാസിൻ്റെ ഷെല്ലിലൂടെ, അതും സീൽ ചെയ്യപ്പെട്ടില്ല, നന്നായി അടയ്ക്കപ്പെട്ടിട്ടുള്ള അതിലൂടെ നമ്മൾ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യിക്കുമ്പോൾ, ചില തരത്തിലുള്ള ഇതുപോലുള്ള ഗ്യാസിൻ്റെ കണ്ടെയ്നറിലൂടെ നമ്മൾ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യിക്കുമ്പോൾ അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യപ്പെടുന്നു. ഉദാഹരണം മെർക്കുറി വേപ്പർ ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, നിയോൺ ലാമ്പ് തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഗ്യാസ് എഫക്റ്റ് പറഞ്ഞു. ഇനി അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? എഫക്ട്സ്, ഇലക്ട്രിക് കറണ്ട് എഫക്റ്റ്, ഫിസിക്കൽ എഫക്റ്റ് പറഞ്ഞു, പിന്നെ മാഗ്നറ്റിക് എഫക്റ്റ് പറഞ്ഞു, കെമിക്കൽ എഫക്റ്റ് പറഞ്ഞു, ഹീറ്റിംഗ് എഫക്റ്റ് പറഞ്ഞു, എക്സ്റേ ആൻഡ് ലേസർ റേസിൻ്റെ എഫക്റ്റ് പറഞ്ഞു, ഗ്യാസിൻ്റെ എഫക്റ്റ് പറഞ്ഞു. അടുത്തത് യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം. ഹീറ്റിംഗ്, ലൈറ്റിംഗ്, പവർ ട്രാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, മെഡിക്കൽ, കെമിക്കൽ, മാഗ്നറ്റിക്, എഞ്ചിനീയറിംഗ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് ഇലക്ട്രിസിറ്റിക്ക്. നമുക്ക് ഓരോ ഉപയോഗങ്ങളും എന്താണ് അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണം എന്നും കൂടെ നോക്കാം. ലൈറ്റിംഗ് ആണ് ആദ്യം പറയുന്നത്. ഈ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാമ്പുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാമ്പുകളാണ്. അതുപോലെ ഹീറ്റിംഗ്, ചൂടുണ്ടാക്കുന്ന ഹീറ്റേഴ്സും ഓവൻസൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പവർ, മോട്ടോർ, ഫാൻ, ഇതെല്ലാം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പവർ ഉപയോഗപ്പെടുന്നു. ഇനി ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മോട്ടീവ്സ്, ലിഫ്റ്റ്, ക്രെയിൻ തുടങ്ങിയ ട്രാക്ഷനായിട്ട് നമ്മൾ ഒരു സാധനം പൊക്കുന്നതിനും മൂവ് ചെയ്യിക്കുന്നൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന്, ഇളക്കി കൊണ്ടുപോകുന്നതിന്, ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കപ്പെടുന്നു. ട്രാക്ഷനിൽ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോണിൽ, ടെലിഗ്രാഫിൽ, റേഡിയോ, വയർലെസ് തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ഫീൽഡുകളിലെല്ലാം ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു. പിന്നെ എൻ്റർടൈൻമെൻറ്റ്, വിനോദം, സിനിമ, റേഡിയോ, ടി വി തുടങ്ങിയ മേഖലയിലെല്ലാം ഇത് ഉപയോഗിക്കപ്പെടുന്നു. മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റേസ്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, ഇതിനെല്ലാം നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. കെമിക്കൽ ഫീൽഡിൽ എന്തൊക്കെയാണ്? ബാറ്ററി ചാർജിങ്, ഇലക്ട്രോപ്ലേറ്റിംഗ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മാഗ്നറ്റ്സ്, തൽക്കാലം ഉണ്ടാക്കുന്ന മാഗ്നറ്റ്, അതിനൊക്കെ താൽക്കാലിക കാന്തങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു. എഞ്ചിനീയറിങ്ങിന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു. മാഗ്നറ്റിക് ചക്സ്, വെൽഡിംഗ്, എക്സ്റേ ഓഫ് വെൽഡിംഗ്, ഇവയൊക്കെ എഞ്ചിനീയറിംഗ് ഫീൽഡുകളാണ്. മാഗ്നറ്റിക് ചക്കുകൾ, വെൽഡിംഗ്, എക്സ്റേ, ഇതെല്ലാം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു. എക്സ്റേ, വെൽഡിങ്ങിനൊക്കെ. ഇനി ഏതെല്ലാം തരത്തിലുള്ള ഇലക്ട്രിസിറ്റികളുണ്ട്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഡൈനാമിക്, രണ്ട് തരത്തിലുള്ള ഇലക്ട്രിസിറ്റികളാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇനി എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? If a dry glass rod is rubbed with a silk cloth, the glass rod gives out negative electrons and therefore becomes positively charged. The silk cloth receives negative electrons and therefore it becomes negatively charged. They acquire the property of attracting small pieces of paper, etc., because like charges repel and unlike charges attract each other. The electric charge on the silk cloth is stationary and is called static electricity. This type of electricity cannot be transmitted from one place to another. ഇഫ് എ ഡ്രൈ ഗ്ലാസ് റോഡ് ഈസ് റബ്ബഡ് വിത്ത് സിൽക്ക് ക്ലോത്ത്, ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് റോഡ്, ഗ്ലാസിൻ്റെ ദണ്ട് ഒരു സിൽക്ക് ക്ലോത്തിൽ റബ്ബ് ചെയ്യുമ്പോൾ ദ ഗ്ലാസ് റോഡ് ഗിവ്സ് ഔട്ട് നെഗറ്റീവ് ഇലക്ട്രോൺസ്. ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് ഇലക്ട്രോൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദെർഫോർ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്, അതുകൊണ്ട് പോസിറ്റീവ്ലി ചാർജായി മാറുന്നു. ഇപ്പോൾ ഡ്രൈ ഗ്ലാസ് റോഡ്
സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൽ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ഇലക്ട്രോൺസ് വിടുന്നു. അപ്പോൾ ദെർഫോർ ബിക്കംസ് the silk cloth receives negative electrons. സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ഇലക്ട്രോൺസ് സ്വീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അതുപോലെ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുന്നു. സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുന്നു. ദേ അക്വയർ ദി പ്രോപ്പർട്ടി ഓഫ് അട്രാക്റ്റിംഗ് സ്മാൾ പീസസ് ഓഫ് പേപ്പർ എക്സെട്ര. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഗ്ലാസ് റോഡിൽ നിന്നും, ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്തിൽ റബ്ബ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ് റോഡിൽ നിന്നും നെഗറ്റീവ് ചാർജ് സിൽക്ക് ക്ലോത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അത് നെഗറ്റീവ് ചാർജായി മാറുന്നു. സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നു. അതുകൊണ്ട് അതിന് പ്രത്യേക തരത്തിലുള്ള പ്രോപ്പർട്ടി കിട്ടുന്നു. അതായത് സ്മോൾ പീസസ് ഓഫ് പേപ്പർ എക്സെട്ര, ഇത്തരം പേപ്പറുകളെ പേപ്പറിൻ്റെ ചെറിയ ചെറിയ പീസുകളെല്ലാം അട്രാക്റ്റ് ചെയ്യാൻ അതിന് കഴിയുന്നു. ബിക്കോസ് ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. ഇതാണ് നിയമം. എന്താണ്? ലൈക്ക് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യുന്നു, തമ്മിൽ വികർഷിക്കുന്നു. അതുപോലെ അൺലൈക്ക് ചാർജസ്, ഒരുപോലെ അല്ലാത്ത ചാർജസ് എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്നു. ദ ഇലക്ട്രിക് ചാർജ് ഓൺ ദി സിൽക്ക് ക്ലോത്ത് ഈസ് സ്റ്റേഷനറി ആൻഡ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സിൽക്ക് ക്ലോത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ചാർജിന് നമുക്ക് സ്റ്റേഷനറി ചാർജ് എന്ന് പറയാം. അത് നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. Dynamic electricity. The electrons in motion are called current electricity or electric current. This type of electricity is carried through wires and cables. Therefore, this electricity can be transmitted from one place to another. This type of electricity can be produced by cells, batteries, generators, alternators, etc. ഡൈനാമിക് ഇലക്ട്രിസിറ്റി. എന്താണ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി? ഇലക്ട്രോൺസ് ഇൻ മോഷൻ ആർ കോൾഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിക് കറണ്ട്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനിലുള്ള ഇലക്ട്രോൺസ്, അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടോ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ക്യാരീഡ് ത്രൂ വയേഴ്സ് ആൻഡ് കേബിൾസ്. ഇത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ഏൽക്കൂടാൻ വയറിലൂടെ കേബിളിലൂടെ എല്ലാം ഇത് ക്യാരി ചെയ്യപ്പെടുന്നു. Therefore, this electricity can be transmitted from one place to another. ഇത് നമുക്ക് ഇതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ സെൽസ്, ബാറ്ററീസ്, ജനറേറ്റേഴ്സ്, ആൾട്ടർനേറ്റേഴ്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ സെല്ലുകളിൽ, ബാറ്ററികളിൽ, ജനറേറ്ററുകളിൽ, ആൾട്ടർനേറ്ററുകളിലൊക്കെ ഉണ്ടാക്കുന്നത്. What is the difference between an atom and an element? What is the difference between an atom and an element? ഒരു എലിമെൻറ്റും ഒരു മൂലകവും ഒരു ആറ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഹൗ ആർ മോളിക്യൂൾസ് ഡിഫറൻസ് ഫ്രം ആറ്റംസ്? എങ്ങനെയാണ് മോളിക്യൂൾസ് ആറ്റംസിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? I am often asked these questions in many sessions over and over again, and so I finally decided to write a comprehensive post on them. Find answers to all your questions in this section that is designed to help students explore and understand the relationship between atoms, elements, molecules, compounds and mixtures in a manner that is simple and easy to understand. So let's begin. എന്താണ് ആറ്റവും എലിമെൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം? എങ്ങനെയാണ് മോളിക്യൂൾസ് ആറ്റംസിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കുന്നത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നതാണ്. ദീസ് ക്വസ്റ്റ്യൻസ് ഇൻ മെനി സെഷൻസ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ, ആൻഡ് സോ ഫൈനലി ഡിസൈഡഡ് ടു റൈറ്റ് എ കോമ്പസിവ് പോസ്റ്റ് ഓൺ ദം.
Find an answers to all your questions in this session that is designed to help students to explore and understand the relations between atoms, elements, molecules, compounds. അപ്പോൾ നിങ്ങൾക്ക് ഇനി തരുന്ന സംഗതി എന്താണ് ആറ്റം? ഇനി ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ട വാട്ട് ഈസ് എൻ ആറ്റം? എന്താണ് ആറ്റം? ആറ്റംസ്, all the matter in the universe is made of tiny particles called atoms. നമുക്ക് നമ്മളുടെ ആറ്റം എന്ന എന്താണ്? All the matter in the universe is made of tiny particles called atoms. ചെറിയ പദാർത്ഥങ്ങൾ കൊണ്ട്, പാർട്ടിക്കിൾസ് കൊണ്ടാണ് നമ്മുടെ മൊത്തം യൂണിവേഴ്സ്, ആൾ ദി മാറ്റർ ഇൻ ദി യൂണിവേഴ്സ്, നമ്മുടെ യൂണിവേഴ്സിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും, എല്ലാ മാറ്ററുകളും, പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുന്നത്. ദർ ആർ 92 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ഇൻ നേച്ചർ. നമ്മുടെ പ്രകൃതി തന്നെ 92 വ്യത്യസ്ത തരത്തിലുള്ള ആറ്റംസ് ഉണ്ട് നാച്ചുറൽ. There are 92 different kinds of atoms in nature. I mean, ഇവിടെ മൂലകങ്ങളുണ്ടെന്നത്. These 92 different atoms combine with one another to form different kinds of matter that we see in nature. These 92 different atoms combine with one another. ഈ 92 ആറ്റങ്ങളും അല്ലെങ്കിൽ 92 സംഭവങ്ങൾ, മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? പരസ്പരം കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാറ്റർ ദാറ്റ് ആർ സീൻനെസ്, നമ്മൾ പ്രകൃതിയിൽ കാണുന്ന വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ 92 രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ നമ്മൾ നേച്ചറിലുണ്ട്. ഇവയെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ഗോൾഡ് ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്വർണ്ണം എടുക്കാം. സ്വർണ്ണം നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഓൺലി only gold atoms. ഗോൾഡ് നിർമ്മിക്കപ്പെട്ടുള്ളത് എന്താ? ഫോർ എക്സാമ്പിൾ ഇസ് മെയ്ഡ് ഓഫ് ഓൺലി one gold atoms. Only gold atoms, is made of only gold atoms. അപ്പോൾ ഗോൾഡ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഗോൾഡിൻ്റെ ആറ്റംസ് മാത്രം ഉപയോഗിച്ചാണ്. when matter is made of only one kind of atom, it is called an element. നമുക്ക് ഒറ്റ രീതിയിലുള്ള ഒരേ ഒരു ആറ്റം കൊണ്ട് മാത്രമാണ് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സാധനം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് അതൊരു എലമെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എലിമെന്റ് എന്ന് വിളിക്കുന്നു. ഇൻ ദ സെയിം വേ, ഈ രീതിയിൽ സിൽവർ ഈസ് അനദർ എലമെൻറ്റ്. സിൽവർ വേറെ ഒരു എലമെൻ്റ് ആക്കുന്നു, വിച്ച് ഇസ് മെയ്ഡ് ഓഫ് ഓൺലി സിൽവർ ആറ്റംസ്. സിൽവർ ആറ്റം കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വേറെ ഒരു എലിമെൻ്റാണ് സിൽവർ. Because there are 92 different kinds of atoms in nature, there are 92 different kinds of elements. 92 കൈൻഡ് ഓഫ് ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ പ്രകൃതിയിൽ 92 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 92 വ്യത്യസ്തമായ രീതിയിലുള്ള ആറ്റങ്ങൾ നാച്ചുറൽ ഉള്ളത് കൊണ്ട്, പ്രകൃതിയിലുള്ളത് കൊണ്ട് 92 വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളും പ്രകൃതിയിലുണ്ട്. അതർ എക്സാമ്പിൾസ് ഓഫ് ആൻ ആറ്റം ആർ പൊട്ടാസ്യം ആൻഡ് അയൺ. അയണും പൊട്ടാസ്യമാണ് മറ്റു എക്സാമ്പിളുകൾ. ഇനി ആറ്റത്തിൻ്റെ ഒരു ഘടനയാണ് ചിത്രത്തിൽ കാണുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് വാട്ട് ഈസ് എ മോളിക്യൂൾ? എന്താണ് ഒരു മോളിക്യൂൾ? What is a molecule? A molecule is the smallest unit of chemical compound and it exhibits the same chemical properties of that specific compound. As molecules are made up of atoms jointly held by chemical bonds, they can vary greatly in terms of complexity and size. The oxygen we breathe has a molecular formula O2. Should we consider this as an element or compound? When two or more atoms of the same elements combine together, we call them molecules. So we call O2 as an oxygen molecule. In the same way, we find hydrogen molecules H2, chlorine molecules Cl2 and others in nature. മോളിക്യൂൾ എന്ന് പറയുന്ന സംഭവം എന്താണ്? തന്മാത്ര. മലയാളത്തിൽ നമ്മൾ തന്മാത്ര എന്ന് വിളിക്കും. എന്താണ് ഈ തന്മാത്ര? എ മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ കെമിക്കൽ കോമ്പൗണ്ട്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ, ഒരു സംയുക്തത്തിൻ്റെ, രാസസംയുക്തത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു യൂണിറ്റാണ് എന്ത്? ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര. ആൻഡ് ഇറ്റ് എക്സിബിറ്റ്സ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ സ്പെസിഫിക് കോമ്പൗണ്ട്. ആ പ്രത്യേക തരത്തിലുള്ള ആ ഒരു കോമ്പൗണ്ടിൻ്റെ, സംയുക്തൻ്റെ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്, കാണിക്കുന്നത്.
As molecules are made up of atoms jointly held by chemical bonds, they can vary greatly in terms of complexity and size. As molecules are made up of atoms jointly held by chemical bonds. മോളിക്യൂൾസ് കെമിക്കൽ ബോണ്ട് കൊണ്ട് ചെയ്യപ്പെട്ടു കെമിക്കൽ ബോണ്ടുകൾ രാസ ബോണ്ടുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ളതുകൊണ്ട് കെമിക്കൽ ബോണ്ടുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ളതുകൊണ്ട് as molecules are made up of atoms jointly held by chemical bonds. മോളിക്യൂൾസ് ആറ്റംസിനെ കെമിക്കൽ ബോണ്ട് കൊണ്ട് ബന്ധിപ്പിച്ചതിനാൽ ആസ് മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ജോയിൻലി ഹെൽഡ് ബൈ കെമിക്കൽ ബോണ്ട്സ്. കെമിക്കൽ ബോണ്ടിനാൽ അല്ലെങ്കിൽ ആറ്റംസ് കുറേ ആറ്റംസ് കെമിക്കൽ ബോണ്ട് കൊണ്ടാണ് നമ്മൾ മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനാൽ ദേ ക്യാൻ വെരി ഗ്രേറ്റ്ലി ഇൻ ടേംസ് ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് സൈസ്. അവയ്ക്ക് എന്താണ് വളരെ ഗ്രേറ്റ്ലി എന്താണ് കോംപ്ലക്സിറ്റി കൂടുതലാണ്, അതുപോലെ സൈസും വ്യത്യസ്തമാണ്. അത് വാരി ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലക്സിറ്റിയും സൈസും വാരി ചെയ്യുന്നു. അതായത് ആറ്റംസ് എല്ലാം നമ്മൾ കെമിക്കൽ ബോണ്ട് കൊണ്ടാണ് ആറ്റംസ് ജോയിൻ ചെയ്തുകൊണ്ട് മോളിക്യൂൾസ് ആയി മാറുന്നത്. അപ്പം ആസ് എ മോളിക്യൂൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്, എല്ലാ മോളിക്യൂൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എല്ലാം ആറ്റംസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടുള്ളത്. പക്ഷേ ഈ ആറ്റംസ് കെമിക്കൽ ബോണ്ട് കൊണ്ട് ഈ ആറ്റംസിനെ കെമിക്കൽ ബോണ്ട് കൊണ്ടാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അവ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട കെമിക്കൽ ബോണ്ട് ഉണ്ട്. അപ്പോൾ കെമിക്കൽ ബോണ്ട് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ് മോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദേ ക്യാൻ വാരി ഗ്രേറ്റ്ലി ഇൻ ടേംസ് ഓഫ് കോംപ്ലക്സിറ്റി ആൻഡ് സൈസ്. അതിൻ്റെ സൈസിലും അതിൻ്റെ കോംപ്ലക്സിറ്റിയിലും അത് എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാവാം. The oxygen we breathe as a molecular formula O2, ഓക്സിജൻ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഒരു മോളിക്കുലർ ഫോർമുല അതിനുള്ളത് O2 എന്നാകുന്നത്. ഓക്സിജൻ വി ബ്രീത്ത് ആസ് എ മോളിക്കുലർ ഫോർമുല O2. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ മോളിക്കുലർ ഫോർമുല O2 ആകുന്നു. ഷുഡ് ബി കൺസിഡർ ദിസ് ആസ് ആൻ എലിമെൻറ്റ് ഓർ കോമ്പൗണ്ട്. നമുക്ക് ഇതിനെ ഒരു എലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ആയിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഷുഡ് ബി കൺസിഡർ ദിസ് ആസ് ആൻ എലിമെൻറ്റ് ഓർ കോമ്പൗണ്ട്. ഒരു എലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൂലകമായിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആയിട്ടോ സംയുക്തമായിട്ടോ പരിഗണിക്കാൻ കഴിയുമോ? വെൻ 2 or more atoms of the same elements combine together. രണ്ടോ അതിൽ കൂടുതലോ ആറ്റംസ് ഒരേ എലിമെൻറ്റിലുള്ള ഒരേ മൂലകത്തിലുള്ള ഒന്നോ രണ്ടോ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ വി കാൾ ദ മോളിക്യൂൾസ്. നമുക്കതിനെ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. സോ വി കാൾ O2 ആസ് ആൻ ഓക്സിജൻ മോളിക്യൂൾ. നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഓക്സിജനെ അല്ലെങ്കിൽ O2 ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് വിളിക്കുന്നു. ഇൻ ദി സെയിം വേ, ഈ രീതിയിൽ വി ഫൈൻഡ് ഹൈഡ്രോജൻ മോളിക്യൂൾസ് H2, ക്ലോറിൻ മോളിക്യൂൾസ് Cl2 ആൻഡ് അതേഴ്സ് ഇൻ നാച്ചർ. ഇതുപോലെ നമ്മൾ ഓക്സിജനെ വിളിക്കുന്ന പോലെ, ഓക്സിജൻ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത് പോലെ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിനെ H2 എന്നും ക്ലോറിൻ മോളിക്യൂൾസ് Cl2 എന്നും അതുപോലെ നാച്ചുറലുള്ള മറ്റുള്ളവയെ അങ്ങനെയൊക്കെ വിളിക്കുന്നു.